ഹലോ എവരിവൺ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൊറേ ആയില്ലേ നമ്മള് കണ്ടിട്ട്, ഒരുപാട് നാളായി. നമ്മളൊരു ഫുൾ ടൈം വ്ളോഗേഴ്സ് അല്ലാത്തതുകൊണ്ട് നമുക്ക് കുറെ വർക്കും തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഡെയിലി വ്ളോഗ് ഒന്നും ചെയ്യാൻ പറ്റണില്ല. പക്ഷെ നമ്മള് ട്രൈ ചെയ്യാലോ, ഇനി മുതല് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഡെയിലി ഇല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ചെയ്യാതെ. അപ്പൊ നമ്മള് ഇന്ന് നോമ്പ് രണ്ടാമത്തെ ദിവസമാണ് അല്ലേ? ഇവിടെ നോമ്പ് നാട്ടിലൊക്കെ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. നമുക്ക് ഇന്ന് ഇവിടെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പൊ ഞങ്ങള് വെറുതെ വീട്ടിലിരുന്നപ്പോ ഒന്ന് നോമ്പ് തുറക്കാൻ പുറത്തിറങ്ങിയതാണ്. അതെ, അപ്പൊ നമ്മള് ഇവിടെ ഉള്ളത് ബീച്ച് സൈഡിലാണ്. അപ്പൊ നമ്മള് ബീച്ച് സൈഡിൽ ഇന്ന് നോമ്പൊക്കെ തുറക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഫുഡൊക്കെ നമ്മള് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അതെ അതെ, അതൊക്കെ ഇരുന്ന് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നോമ്പൊക്കെ തുറന്നിട്ട് വീട്ടിൽ പോകാൻ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നാണ്. ഇപ്പൊ ഇവിടെ എത്ര സമയം? 5 മണിയായി. അപ്പൊ റുബി ഇവിടെ ഉണ്ട് കേട്ടോ, ബാക്കിലുണ്ട്. ഇവിടെ എന്തൊക്കെയോ കഴിച്ചോണ്ടിരിക്ക. ഇവിടെ നല്ല ലുക്കാണ് കാണാൻ. അവിടെ കുറുമ്പെടുത്തപ്പോ ആള് കുറച്ച് കുറുമ്പ് കാട്ടിയപ്പോഴേ നമ്മള് ചോക്ലേറ്റ് കൊടുത്താണ്. അങ്ങനെ സ്വീറ്റ്സ് കൊടുക്കലില്ല, പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വന്നു. അതെ, അപ്പൊ ഇന്നത്തെ പ്ലാനുകൾ അതൊക്കെയാണ്. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് കുറച്ച് ദിവസമായി നമ്മളെടുത്ത്, കുറച്ച് ദിവസമല്ല, നമ്മളെ കുറച്ച് വീഡിയോയിലൊക്കെ എല്ലാവരും ചോദിക്കണം നമ്മളെങ്ങനെ കണ്ടത്, നമ്മുടെ ലവ് മാരേജ് ആയിരുന്നു അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലവ് മാരേജ് ആണ്. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടെന്നുള്ളത് നമ്മൾ പറയുന്നത് ഭയങ്കര ബ്രീഫായിട്ട്, ഭയങ്കര വലിയ സ്റ്റോറി ആക്കി ഒന്നും പറയണില്ല. അതെ, നമുക്ക് അത് കണ്ടന്റ് ആയിട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഇതുവരെ നമ്മള് കമന്റ്സ് ഒക്കെ കാണലുണ്ട്, പക്ഷെ നമ്മൾ അതുകൊണ്ടാണ്. പക്ഷെ അപ്പൊ നമ്മളോട് കുറച്ച് പേരൊക്കെ ചോദിച്ചപ്പോ നമ്മൾ വിചാരിച്ചു നമ്മൾ എങ്ങനെ കണ്ടുമുട്ടിയെന്നുള്ള ഷോർട്ടാക്കിയിട്ട് കുറച്ച് ചുരുക്കിയിട്ട് പറയാന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ +2 കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കോളേജും കാര്യങ്ങളൊക്കെ. എനിക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സിന് പോകാനേ കേട്ടോ താല്പര്യം ഉണ്ടായിരുന്നത്. മെഡിക്കൽ ഫീൽഡ് അത്ര താല്പര്യമില്ലേന്. ഡിസൈനിങ്ങും അത് തന്നെയാണ് താല്പര്യം ഉണ്ടായിരുന്നത്. ഡിസൈനിങ് ആ ഫീൽഡൊക്കെ തന്നെ താല്പര്യം. പക്ഷെ ഉണ്ടല്ലോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എങ്ങനെ പോകും എന്ത് ചെയ്യും എന്നുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ ഇപ്പൊ കാണുന്ന എല്ലാ കുട്ടികളോടും ഞാൻ പറയുന്ന കാര്യമാണ്, ആദ്യം നമുക്ക് കുറെ നമ്മൾ ബുക്കിന് മുന്നിൽ നിന്ന് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് നമ്മളൊരു ലക്ഷ്യവും ഒരു പ്ലാൻസും അത് എന്തായാലും വേണം. അപ്പൊ അന്ന് ഞാൻ വീട്ടിലെ വലിയ കുട്ടിയാണ്. അപ്പൊ എനിക്കിങ്ങനെ ആരോടെ ചോദിക്കാൻ അങ്ങനെ ഐഡിയ ഇല്ല. നമ്മുടെ ഫാമിലിയിലൊക്കെ ഉണ്ടായിരുന്നു അന്ന്, പക്ഷെ അത്രത്തോളം ഒന്ന് ചിന്തിച്ചിട്ടില്ലേന്നു. ഇപ്പൊ പഠിക്കണ കുട്ടികളൊക്കെ ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക, എന്തിനു പോണം, ഏതൊക്കെ പഠിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ പോലെ കറങ്ങി തിരിഞ്ഞ് ഫൈനലി ആയിരിക്കും നമ്മുടെ ആഗ്രഹങ്ങളിലൊക്കെ നമ്മൾ പഠിക്കട്ടോ. പക്ഷെ ഞാനതെന്തായാലും അതിപ്പോ നമുക്ക് അങ്ങനെ എത്ര പ്ലാൻ ചെയ്താലും നമ്മൾ വിചാരിച്ചോടത്ത് എത്തിക്കോണമെന്നൊന്നുമില്ല. അത് വേറെ കാര്യം. കാരണം ചെറുപ്പത്തിലെ പ്ലാനുകളൊക്കെ വേറെ ഒരു രീതിയിലെ പ്ലാനുകളൊക്കെ റിയാലിറ്റിക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഒറിജിനൽ പ്ലാനൊക്കെ എത്തണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പഠിക്കുക, അതാണ് ഏറ്റവും വലിയ പ്ലാന്. പിന്നെ ഇപ്പൊ എന്താ പറഞ്ഞാല് ഒരുപാട് ആക്സസുകൾ ഉണ്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടും, എന്തിനു പോണം, അതിന് ഏതൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഞാനൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ, എന്തിനു പോകണമെന്ന് അറിയാതെ ഫൈനലി ആണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് ചെയ്തതും. ഫൈനലി കറങ്ങി തിരിഞ്ഞാലും എന്തായാലും അത് എത്തി. അപ്പോ ഞാൻ പറയാൻ വന്നത്, ഞാൻ +2 കഴിഞ്ഞ് അങ്ങനെ കോഴ്സ് നോക്കുമ്പോ ഞാനിങ്ങനെ ഡിഗ്രിക്കൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ ഡിഗ്രിന്റെ മനസ്സിലേ ഇല്ലായിരുന്നു, പ്രൊഫഷണൽ കോഴ്സ് തന്നെയായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ എന്ത് കൊടുക്കണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പൊ ആ ടൈമില് എന്റെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും കോളേജിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മാത്രം എവിടെയും ജോയിൻ ചെയ്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടോ. തമ്പുരാനെ, ഞാൻ മാത്രം എവിടെയും ജോയിൻ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത് പറഞ്ഞപ്പോ അപ്പൊ ഉമ്മയും പറഞ്ഞു, ഇവിടെ അടുത്ത കോളേജിൽ എങ്കിലും പോയി ജോയിൻ ചെയ്യേ, ഇല്ലെങ്കിൽ ഞാൻ അവിടെയും കിട്ടൂല എന്ന് പറഞ്ഞു. അതെ, അങ്ങനെയാണ് കേട്ടോ ഞാൻ ആ കോളേജ് വരുന്നത്. ഞങ്ങൾ കോളേജിൽ നിന്നാണ് മീറ്റ് ചെയ്യണത് ഡിഗ്രിക്ക്. അതെ, അപ്പൊ പഠിച്ചോനൊരു വിധിയായിരിക്കും ആ കോളേജിൽ പോയത്, ഇതിനായിരിക്കും നമുക്കൊരു എന്താ പറയാ, ഓരോരുത്തർക്ക് ഓരോ വിധി ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ഞാൻ ആ കോളേജിൽ വന്നത്. ഞാൻ അപ്പൊ അതാണ് വിശ്വസിക്കുന്നത്. അതെ, അങ്ങനെ ഞാൻ ആ കോളേജിൽ ജോയിൻ ചെയ്തു. പിന്നെ ഞാൻ അവിടെ പോണ്, സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞുകൊണ്ടൊക്കെയാണ് കേട്ടോ കോളേജിൽ. നമ്മൾ ഇഷ്ടമല്ലാണ്ട് എവിടെയെങ്കിലും ചേർന്നല്ലോ എന്ന് കരുതി ഒരു ബുദ്ധിമുട്ടി ചേർന്ന പോലെയായി. കാരണം എനിക്ക് അന്ന് മുതലേ എന്തെങ്കിലും ജോലി വേണം, നമ്മൾ സ്വന്തം കാലിലൊക്കെ നിൽക്കണം. റുബിയോടൊക്കെ എൻ്റെ ഇടയിൽ സൗണ്ട് ഉണ്ടാക്കുന്നു കേട്ടോ. അന്ന് മുതലേ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം, സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളത് ആശിക്കറിയുണ്ടാവും. ഞാൻ കണ്ട മുതലേ പറയുന്നൊരു കാര്യമാണ്. അപ്പൊ അതെനിക്ക് അന്ന് മുതലേ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വെറുതെ ഇങ്ങനെ പോയിട്ട് വർഷങ്ങൾ പോകുമെന്നൊക്കെ ഉള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കേട്ടോ. ആ
എന്താ കോളേജിന്റെയും കോഴ്സിന്റെ അല്ല പറയണത്, നല്ല കോളേജും നല്ല കോഴ്സൊക്കെയാണ്. പക്ഷെ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവില്ല അതിനനുസരിച്ച്. അതെ അല്ലേ നിന്റെ, അതെ അതാണ് പറയണത്. അങ്ങനെ ഫൈനലി ആ കോളേജിൽ പോയി ചേർന്നിട്ട് ബാക്കി ആശി പറയും, ബാക്കി ഞാനല്ല. ചേർന്നിട്ട് ഞാൻ അവിടെ ഉണ്ടപ്പോ. അതെ, ആശിന്റെ സീനിയർ ആയിരുന്നു കേട്ടോ കോളേജില്. ആശിയുടെ സെക്കൻഡ് ഇയർ തൊട്ടപ്പുറത്തെ ക്ലാസ്സിലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങള് അങ്ങനെ കണ്ടുമുട്ടി പരിചയപ്പെട്ടു. അതെ, അവിടുന്ന് അത്ര തന്നെ അങ്ങനെ പരിചയപ്പെട്ട് ഇവിടം വരെ എത്തി ഞങ്ങള്. അതെ, ഒരുപാട് അതിനിടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പറയണെങ്കിൽ കൊറേ സ്ട്രഗിൾസ് ഉണ്ട്, കൊറേ എന്താ പറയാ നല്ല കാര്യങ്ങളുണ്ട്, എല്ലാത്തിനും ഉണ്ട്. അതെ, അത് എന്ത് കാര്യത്തിന്റെ ഇതിന് ഹൈലൈറ്റ് ചെയ്യല്ല. സ്ട്രഗിൾസ് എന്ന് പറഞ്ഞാൽ ലൈഫിലുള്ളതാണ്, അത് ആ രീതിയിലേ പോകും. പക്ഷെ ഇപ്പോ ഞങ്ങൾ ഒരു വിധത്തിൽ ഓക്കെയാണ്. അങ്ങനെയൊക്കെയാണ് കണ്ടത്. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് സഹ്യ കോളേജിൽ വെച്ചിട്ട്. ഞാൻ സീനിയറാണ്, ഇവള് ജൂനിയർ ആയിരുന്നു എന്റെ. അതെ, ഏകദേശം ഒരു 9 വർഷമായില്ലേ ഇപ്പൊ. ഏകദേശം 2016 ലാസ്റ്റ് ആ ഒരു ടൈമിലൊക്കെയാണ് നമ്മള് കണ്ടിടും തോന്നുന്നുണ്ട്. 9 വർഷത്തോളം ആയിട്ടുണ്ടാവും ഇപ്പൊ ഏകദേശം കണ്ടുമുട്ടി. അതെ, പക്ഷെ നമ്മള് കണ്ടുമുട്ടി നമ്മള് ഓക്കെയാണ്, രണ്ടുപേർക്കും ഓക്കെ ആണെന്ന് തോന്നിയതിനു ശേഷം നമ്മൾ എന്തായാലും ഒരു ജോബൊക്കെ ആയിരുന്നു സെറ്റിൽ ആവട്ടെ എന്ന് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഏകദേശം 4-5 വർഷത്തോളം എടുത്തു നമ്മള് നമ്മുടെ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞ് നമ്മള് രണ്ടുപേർക്കും ജോലിയായി. അതിനുശേഷം 2020 നിക്കാഹ്. അതെ, ആശി ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടെ വന്ന് വിസിറ്റിന് വന്ന്, അത് കഴിഞ്ഞ് ജോലി കിട്ടി നാട്ടിൽ പോയി, നിക്കാഹ് വീണ്ടും ഇങ്ങോട്ട് വന്നു. പിന്നെ ആശി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ഞാനും വന്ന് അല്ലെ, ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞപ്പോ ഞാനും വന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ കാര്യങ്ങളൊക്കെ. അങ്ങനെയൊക്കെയാണ് ജേണി. എന്താ പറയാ, നമ്മള് ഷോർട്ടാക്കിയാ പറയണത്. കാരണം നമ്മളെ വീഡിയോ കുറെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഞങ്ങൾക്കില്ല, പക്ഷെ ഉള്ളത് കുറച്ച് പേരാണെങ്കിലും കാണുന്നതിൽ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് എന്താ ഓരോന്നൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോ അത് ആരെയും ലൈഫിൽ ഒരു നെഗറ്റീവ് ഉണ്ടാക്കരുതെന്ന് ഞങ്ങൾക്ക് ഭയങ്കര നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ കണ്ടന്റ് ചെയ്യണ്ടെന്ന് ആദ്യം വിചാരിച്ചത്. കാരണം എന്താന്ന് വെച്ചാല് നാട്ടിലിപ്പോ നടക്കണ ഓരോ ന്യൂസുകളൊക്കെ കേട്ടാലേ നമ്മള് ശരിക്കും ഫ്രീസ് ആയി പോകും. അത്രയും ഭയങ്കര ഡേ ബൈ ഡേ ഓരോ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കണത്. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ആരെയും സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അതെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങള് കണ്ടുമുട്ടിയതും കാര്യങ്ങളൊക്കെ. അതെ, അപ്പൊ ഇന്ന് ഞങ്ങൾ ഇനി നോമ്പുറക്കാല ഇപ്പൊ എത്രയായി? 5:30 ആയി. അതെ, ഏകദേശം 6:20 ഇവിടെ വാങ്ങ്. അപ്പൊ നമ്മുടെ സൈഡിലായിട്ടുള്ളത് സൈഡിലാണ്. അതെ, അടിപൊളി സ്ഥലമാണ്. ഷാർജയില് മംസാർ ബീച്ചിന്റെ അവിടെയാണ് നമ്മളുള്ളത്. അപ്പൊ നമ്മള് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ എല്ലാരും ഇങ്ങനെ ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ തന്നെ ഇറങ്ങിയാലേ കാറ്റുണ്ട്, തണുപ്പുണ്ട്, കാറ്റടിക്കണുണ്ട്. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇറങ്ങാം, ടൈമൊക്കെ ആവട്ടെ. റുഹാബ് ഇവിടെ ഉണ്ട് കേട്ടോ, ബൂബൂസ്. റുഹാബിനെ ഞങ്ങള് ബൂബൂസ് എന്ന് വിളിക്കലുണ്ട് കേട്ടോ, ബൂബു എന്ന് വിളിക്കലുണ്ട്. നല്ല കളിയാണ്. ഹലോ, ഹായ് പറ, ഹായ് പറ. ഗുഡ് ഗേൾ. അങ്ങനെ ഏകദേശം ബാങ്ക് കൊടുക്കാനൊക്കെ ആയി തുടങ്ങി. ഇവിടെ ബീച്ച് സൈഡിൽ ഇതുപോലെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. കാര്യമായിട്ടൊന്നുമില്ല, സമൂസയും കുറച്ച് ഫ്രൂട്ട്സും പിന്നെ എഗ് ഉണ്ട് ബോയിൽ ചെയ്ത് അതിനുള്ളൂ. അതെ, നമ്മള് നോമ്പൊക്കെ സമൂസ എങ്ങനെയുണ്ട്? സമൂസ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അശ്വിന്റെ സമൂസന്റെ ഭയങ്കര ഫാനാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇവിടെ നോമ്പ് പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇവിടെ ഒരാളില്ലേ അപ്പുറത്ത് നോമ്പ് പറഞ്ഞോണ്ടിരിക്കുന്ന, അതെ, എന്താ അങ്ങോട്ട് അറബിക്സ് ആണ്, പുറത്തെവിടെ ഉള്ള ഒരു അറബിക്സ് ആണ്. അപ്പൊ നമുക്ക് ബിരിയാണി ഒക്കെ കൊണ്ടുവന്നു കേട്ടോ, ബിരിയാണിയും വെള്ളമൊക്കെ തന്നിട്ട് പോയി. അതെ, അങ്ങനെയൊക്കെ ചോദിച്ചു. അതെ, അതൊരു ഫാമിലിയാണ്, 2 കുട്ടികളൊക്കെ ഉണ്ട് അവിടെ അപ്പുറത്തുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇപ്പോൾ ഡ്രാഗൺ മാർട്ടിലാണിട്ടുള്ളത്. ഡ്രാഗൺ മാർട്ടിൽ വന്നിട്ട് കുറച്ച് നേരമായി. നമ്മൾ കുറച്ച് ചെറിയൊരു പർച്ചേസിങ്, ഞാൻ കുറച്ച് ഡെയിലി വെയേഴ്സും കാര്യങ്ങളൊക്കെ, റൂവൊക്കെ ഒരു ടോയില്ലേ അതൊക്കെ വാങ്ങി. അതെ, അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവാണേ. ജസ്റ്റ് ഇവിടുന്ന് ഇറങ്ങണം, എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊന്ന് കഴിക്കണം, പിന്നെ വീട്ടിൽ പോകണം. അപ്പൊ അത് അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പ്ലാൻസ്. അപ്പോൾ
അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ശരി.